നമ്മുടെ റിയാക്റ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുവാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് കോമ്പണൻസ് ആണ്. അതായത് ക്ലാസ് വെച്ചിട്ട് എങ്ങനെയാണ് യു ഐ എലമെൻറ്റ്സ് ഘടകങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഇത്രയും ദിവസം നോക്കിയത് ഫങ്ഷണൽ കോമ്പണൻറ്റ് വെച്ചിട്ടായിരുന്നു. നമ്മളിന്ന് ക്ലാസ് കോമ്പണൻറ്റ് വെച്ച് നോക്കും. എന്നിട്ട് അടുത്ത ദിവസമായിരിക്കും നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെൻറ്റും പ്രോപ്സും ഹുക്സൊക്കെ പഠിക്കുന്നത്. ഓക്കെ, അപ്പം ക്ലാസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വന്നത് റിയാക്റ്റ്, അതായത് നമുക്ക് ഈ എന്തായിരുന്നു ഫങ്ഷൻ്റെ അകത്ത് നമുക്ക് പണ്ട് ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അത് ഞാൻ പറയാം, ഞാൻ ഫങ്ഷണൽ കോമ്പണൻസിലേക്ക് വരുമ്പോൾ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹുക്സ് ഉണ്ട്, സ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും നമുക്ക് പണ്ട് ഫങ്ഷണൽ കോമ്പണൻറ്റിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഫങ്ഷണൽ കോമ്പണൻറ്റ് ജസ്റ്റ് ഒരു ഡെമ്മി കോമ്പണൻ്റ് ആയിരുന്നു, ജസ്റ്റ് നമുക്ക് യു ഐ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ക്ലാസ്സിലായിരുന്നു ഫങ്ഷണാലിറ്റികളൊക്കെ ഉണ്ടായിരുന്നത്. പണ്ട് ക്ലാസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. റിയാക്റ്റ് 16 മുമ്പൊക്കെ. റിയാക്റ്റ് 16 ശേഷം, പുതിയ വേർഷന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ഫങ്ഷണൽ കോമ്പണൻസ് ആണ്. അതോടുകൂടി ക്ലാസ് കോമ്പണൻസ് ഇപ്പം കുറഞ്ഞു യൂസേജൊക്കെ. പക്ഷേ നമുക്ക് ക്ലാസ് കോമ്പണൻറ്റ് പഠിച്ചിരിക്കണം. കാരണം നമ്മുടെ കമ്പനികൾ ഏതാ ഫോളോ ചെയ്യണമെന്ന് പറയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് ക്ലാസ് കോമ്പണൻറ്റിലായിരിക്കാം. ഞാൻ ചെയ്ത പ്രോജക്ട്സ് ചിലതൊക്കെ ക്ലാസ് കോമ്പണൻസിലായിരുന്നു. സോ എനിക്കത് പഠിച്ചിരിക്കേണ്ട ആവശ്യകത വന്നു. എനിക്ക് ഫങ്ഷണൽ കോമ്പണൻ്റ് ആണ് ഇഷ്ടം, ക്ലാസ് അല്ല. ഓക്കെ, ക്ലാസ് കോമ്പണൻസ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് റിയാക്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. റിയാക്റ്റ് ഫ്രം റിയാക്റ്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ, റിയാക്റ്റ് കൊടുത്തു. ഇവിടെ വേറെ കേസ് നിങ്ങൾ ഓർക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് നമുക്ക് ഇതിനെ ഇമ്പോർട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ക്ലാസ് കോമ്പണൻറ്റ് നിങ്ങൾക്ക് ഇത് പറയുന്നതിന് മുമ്പ്, ഞാനിത് പറഞ്ഞു തരുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ, നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു വീഡിയോ നമ്മൾ 12 വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാമിംഗ് പഠിക്കാൻ ജാവാസ്ക്രിപ്റ്റിലൂടെ എന്നുള്ള ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്. അതിൽ വൃത്തിയായിട്ട് പ്രോഗ്രാമിംഗ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ പറ്റി ഒരു വീഡിയോ കിടപ്പുണ്ട്. അതിൻ്റെ അത് ദിസ് കീവേഡ് എന്താണെന്നും കൺസ്ട്രക്ടർ എന്താണെന്ന്, ഇൻഹെറിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്, പ്രോട്ടോടൈപ്പ് എന്താണ്, ക്ലാസ് എന്താണ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. സൂപ്പറും കാര്യങ്ങളും എല്ലാം അത് പോയി കാണുക. അതിൻ്റെ അകത്ത് ക്ലാസ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ ക്ലാസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലാസ് കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഫങ്ഷണൽ കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ക്ലാസ് കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നു. ഈ കീവേഡ് ES6-ൻ്റെ, അതായത് ജാവാസ്ക്രിപ്റ്റ് എക്മ സ്ക്രിപ്റ്റിൻ്റെ 6ാമത്തെ വേർഷൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത് ജാവാസ്ക്രിപ്റ്റിൽ. ഓക്കെ, ക്ലാസ് വെച്ചിട്ട് ചെയ്യുന്നത് നമുക്ക് ജാവയിലും അതുപോലെയുള്ള ലാംഗ്വേജിലൊക്കെ ക്ലാസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ക്ലാസ് വെച്ചിട്ടുള്ള ഈ സംഭവം വന്നത് ES6-ലാണ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ വേർഷനിലാണ്, പുതിയ വേർഷനിലാണ് വന്നിരുന്നത്. ഈ സംഭവം ത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞതിനെ പറ്റിയെല്ലാം നമ്മൾ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് പോയി കാണുക. അത് കണ്ടിരിക്കുന്ന നിങ്ങൾക്ക് റിയാക്റ്റിൽ ക്ലാസ് കോമ്പണൻറ്റ് അറിഞ്ഞിരിക്കാൻ നല്ലതായിരിക്കും. പിന്നെ ഇത് വെച്ചിട്ട് നിങ്ങൾ ഭാവിയിൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫങ്ഷണൽ കോമ്പണൻറ്റ് വെച്ചിട്ടായിരിക്കും പോകുന്നത്. സോ ക്ലാസ് കോമ്പണൻറ്റ് അറിഞ്ഞിരിക്കണം. ഇത് വെച്ച് ഇത് പഠിച്ചിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോമ്പണൻറ്റ് ചൂസ് ചെയ്യാം. അത് ജസ്റ്റ് UA ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ക്ലാസ്സോ ഫംഗ്ഷനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ക്ലാസ് കോമ്പണൻറ്റ് വന്നിട്ട് ഞാനൊരു ക്ലാസ് കോമ്പണൻറ്റ് നമ്മളൊരു പേര് കൊടുക്കുകയാണ്. സാധാരണ ഫങ്ഷണൽ കോമ്പണൻറ്റിന് പേരുള്ളതുപോലെ ക്ലാസ് കോമ്പണൻറ്റ് ഞാൻ പേര് കൊടുക്കുകയാണ്. ഒരു കോമൺ ആയിട്ടുള്ള നെയിം ആനിമൽ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. ഓക്കെ, ഈ ക്ലാസ് കോമ്പണൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് കോമ്പണൻറ്റിൻ്റെ അകത്ത് റിയാക്റ്റിൽ കോമ്പണൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഈ കോമ്പണൻറ്റ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നിട്ട് കമ്പോണൻസ് എന്ന് എഴുതാം. കമ്പോണൻസ്. ഈ കമ്പോണൻറ്റ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതേ ക്ലാസ്സിൻ്റെ സ്വഭാവ ഗുണങ്ങളുള്ള ഒരു പേരൻറ്റിനെ ക്രിയേറ്റ് ചെയ്യും, ഒരു മാതാവിനെ ക്രിയേറ്റ് ചെയ്തിട്ട് അതേ മാതാവിൻ്റെ സ്വഭാവ ഗുണങ്ങളുള്ള ചൈൽഡുകളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ക്ലാസ് വെച്ചിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുക, അതായത് പേരൻസിൻ്റെ സ്വഭാവം ഇൻഹെറിറ്റ് ചെയ്തെടുക്കുകയാണ് അതേ സ്വഭാവം. അതുപോലെ തന്നെ ഈ ഒരു കോമ്പോണൻറ്റ്, റിയാക്റ്റിലുള്ള കോമ്പോണൻറ്റിൽ നിന്ന് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിട്ട് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡ് ഇവിടെ യൂസ് ചെയ്ത്. സോ നമുക്ക് എക്സ്റ്റെൻസ് വിളിച്ചിട്ട് റിയാക്റ്റിൽ നിന്ന് എന്തെടുക്കണം, റിയാക്റ്റിൻ്റെ അകത്ത് നമ്മൾ വിളിച്ചു വെച്ചിരിക്കുന്ന കമ്പോണൻറ്റിനെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേളി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്,
എന്ത് പറഞ്ഞു കൊടുക്കണം? ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് യു ഐയിൽ കണ്ടോ, ഇപ്പം നമുക്ക് യു ഐയിലൊന്നുമില്ല, നമുക്ക് യു ഐയിൽ റിട്ടേൺ ചെയ്ത് കിട്ടണം. ഓക്കെ, നമുക്കിവിടെ എക്സ്പോർട്ട് ചെയ്യണം കേട്ടോ. എപ്പോഴും നമ്മളൊരു യു ഐ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആ എലമെൻറ്റിനെ എക്സ്പോർട്ട് ചെയ്തിരിക്കണം. എക്സ്പോർട്ട് ആനിമൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് ഡീഫോൾട്ട് ആനിമൽ എന്ന് പറഞ്ഞ ആ ഒരു യു ഐ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു എലമെൻറ്റിനെ നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കമ്പോണൻറ്റിനെ. ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ്, എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? നമ്മൾ റെൻഡർ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. എന്താണ് മെത്തേഡ്? നമ്മൾ ഓൾറെഡി ജാവാസ്ക്രിപ്റ്റിൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷൻ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലാണ് നമ്മളത് പഠിപ്പിച്ചത്. ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമ്മളതിനെ മെത്തേഡ് എന്ന് പറയും. നമുക്കിവിടെ റെൻഡർ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ. ഈ മെത്തേഡിൻ്റെ അകത്തായിരിക്കും ഈ നമ്മുടെ എന്താണ് HTML പോലെ ഇരിക്കുന്ന സിൻടാക്സ് ഔട്ട്പുട്ടായിട്ട് റെൻഡർ ചെയ്ത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ സ്ക്രീനിൽ. അപ്പം നമ്മളിതിവിടെ റെൻഡർ എന്ന് പറഞ്ഞ മെത്തേഡ് വിളിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മെത്തേഡിൻ്റെ ഉള്ളിൽ എന്താണ് നമുക്ക് കിട്ടേണ്ടത്? HTML പോലത്തെ ഇരിക്കുന്ന ആ ഒരു JSX ജാവാസ്ക്രിപ്റ്റ് XML അതാണ് റിട്ടേൺ ചെയ്യേണ്ടത്. നമുക്കിവിടെ റിട്ടേണിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതി കൊടുക്കാം. കേട്ടോ, നമ്മൾ ഫംഗ്ഷണൽ കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും എഴുതേണ്ട കാര്യമില്ല, റെൻഡറൊന്നും വേണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് റിട്ടേൺ വിളിച്ചിട്ട് നമുക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് എഴുതായിരുന്നു. ഇത് കുറച്ച് ഇങ്ങനെയാണ്. ഓക്കെ, നമുക്ക് ഈ റിട്ടേണിൻ്റെ ഉള്ളിൽ പറഞ്ഞു കൊടുക്കാം. റിട്ടേണിൻ്റെ ഉള്ളിൽ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഈ ഒരു ടാഗാണ് റിട്ടേൺ ചെയ്യേണ്ടത്, H1. നമുക്കിവിടെ ഹലോ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഹലോ. അപ്പോൾ നമ്മളിത് കൊടുത്തു. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് അടിച്ച് ഒന്ന് ഫോർമാറ്റ് ചെയ്തേക്കാം, ഒന്ന് വൃത്തിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കമ്പോണൻറ്റിനെ നമ്മൾ ഇവിടുന്ന് നമ്മൾ എന്താണ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ഇവിടെ എന്താ നമ്മുടെ കമ്പോണൻറ്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താണല്ലോ. കമ്പോണൻറ്റ് വിളിച്ച് കൊടുത്തില്ലേലും പുതിയ റിയാക്റ്റ് വേർഷനിൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് നോക്കട്ടെ. നമുക്കിവിടെ വരാം, ഇവിടെ നോക്കാം. കണ്ടോ, നമുക്ക് ആൻസർ കിട്ടി. ഹലോ എന്ന് പറഞ്ഞ ആൻസർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിത് ഇവിടെ വിളിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. പുതിയ വേർഷനിൽ വിളിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് കമ്പോണൻറ്റിൽ നിന്ന് ഇവിടെ എടുത്തു കൊടുത്താൽ മതി. കണ്ടോ, നമ്മളിപ്പോൾ എന്താണ് ക്രിയേറ്റ് ചെയ്തത്? യു ഐയിൽ ക്ലാസ് കോമ്പണൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു, സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ എഴുതേണ്ടി വന്നു? ഇത് കണ്ടോ, ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ ഫംഗ്ഷൻ്റെ അകത്ത് ഫംഗ്ഷൻ വളരെ സിമ്പിളായിരുന്നു നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ. ജസ്റ്റ് ഒരു ഫംഗ്ഷൻ വിളിക്കുക, റിട്ടേൺ ചെയ്യുക. ഇവിടെ കണ്ടോ, നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തു, റെൻഡർ മെത്തേഡ് വിളിച്ചു. ആ മെത്തേഡിൻ്റെ ഉള്ളിൽ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് അല്ല നമ്മുടെ HTML പോലെ ഇരിക്കുന്ന സാധനം. ഇനി ഞാൻ HTML പോലെ ഇരിക്കുന്നതെന്ന് പറയില്ല, എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ HTML എന്ന് തന്നെ പറയുള്ളൂ. ഓക്കെ, HTML നമ്മളെന്താ റിട്ടേൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിട്ടേണിൻ്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ റിട്ടേൺ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ എഴുതി കൊടുക്കാം. ഓക്കെ, ഇതിവിടെ ഈ റിട്ടേണിൻ്റെ ഉള്ളിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്താണ്? നമുക്കൊരു കണ്ടെയ്നർ ഉണ്ട്, പേരൻറ്റ് കണ്ടെയ്നർ ഉണ്ട്. ഈ പേരൻറ്റ് കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര വേണേലും, കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതുന്ന എല്ലാത്തിനും ഒരു പേരൻ്റ് ഉണ്ടായിരിക്കണം, റാപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, മൾട്ടിപ്പിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പേരൻറ്റിനെ റാപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. കണ്ടോ, അപ്പോൾ നമ്മൾ ക്ലാസ് കോമ്പണൻറ്റ് വെച്ച് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണ്, നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ വന്നിട്ട് ലെറ്റ് നെയിം അസൈൻ എന്താണ് ഒരു നെയിം നമുക്ക് ഇതിലേക്ക് എടുത്തു വെക്കാം. രഹിൽ എന്ന് പറഞ്ഞ നെയിം ഞാൻ എടുത്തു കൊടുത്തു. ഓക്കെ, നമുക്ക് ഈ ഒരു രഹിൽ കിട്ടണം. എവിടെ കിട്ടണം? നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടണം. ഈ ഒരു H1ൻ്റെ ഉള്ളിൽ നമുക്ക് നെയിമാണ് കിട്ടേണ്ടത്. ഹലോ, നമുക്ക് ഇതിൻ്റെ അകത്ത് ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ എന്നാണ് കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നെയിം എന്ന് പറഞ്ഞ് നമ്മൾ കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്യും. നമുക്ക് നോക്കാം. നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വർക്ക് ചെയ്തില്ല. എന്താണ് പറഞ്ഞത്? നമുക്കിതിവിടെ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഓക്കെ, നമുക്കിവിടെ വരാം, നമുക്ക് താഴെയിട്ട് കൊടുക്കാം, ഇവിടെ വരാം. ഓക്കെ, കണ്ടോ, ഹലോ രഹിൽ. ഓക്കെ, നമ്മൾ റെൻഡറിൻ്റെ താഴെയാണ് എഴുതേണ്ടത്. ഓക്കെ, റെൻഡറിൻ്റെ താഴെ ശ്രദ്ധിക്കണം. ഓക്കെ, ഹലോ. ഓക്കെ, നമുക്കിവിടെ വരാം. നമുക്കിത് മറ്റേ രീതി കൊടുത്താലും മതി, സ്പേസ് കിട്ടും. ഓക്കെ, നമുക്ക് രേഖയിൽ ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേളിലൊന്ന് കൊടുത്തു നോക്കാം. നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്യണമല്ലോ. ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കെല്ലാം ടെസ്റ്റ് ചെയ്യാം.
ഇവിടെ മേളിൽ കൊടുത്ത് നോക്കാം. റെൻഡറിൻ്റെ മുകളിലായിട്ടാട്ടോ ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. ഇവിടെ വരാൻ നമുക്ക് ഓക്കെ മേലെ മാർക്കിംഗ് ആണ്. നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാൻ പറ്റില്ല ഒരിക്കലും ഈ ഒരു പോർഷനിൽ. ഓക്കെ ഈ ഒരു പോർഷൻ്റെ അകത്ത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. കൺസ്ട്രക്ടർ നമുക്ക് എഴുതാനുണ്ട്, ദിസ് കീവേഡിൻ്റെ യൂസേജ് പറയണം, കൺസ്ട്രക്ടർ പറയണം, പ്രോപ്സ് പറയണം, സ്റ്റേറ്റ് പറയണം, ഇതൊക്കെ പറയാനുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മളിപ്പോൾ പറയില്ല, അടുത്ത വീഡിയോയിൽ നമ്മൾ പറയും. നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്ലോ ബേണിംഗ് ആണ്. പതുക്കെ തുടങ്ങി ചെറുതായിട്ടുള്ള പോർഷൻസ് മാത്രം കാണിച്ച് വന്നിട്ട് അങ്ങനെയുള്ള രീതിയിലാണ്. പിന്നെ നമ്മൾ കുറേ പ്രോജക്റ്റൊക്കെ ചെയ്യും, ആപ്പിൻ്റെ ക്ലോണൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് ഇങ്ങനെ പതുക്കെ തുടങ്ങിയാൽ മതി. അപ്പം നമ്മൾ ക്ലാസ് കോമ്പണൻറ്റ് വെച്ച് ഫംഗ്ഷൻ കോമ്പണൻറ്റ് വെച്ച് ചെയ്തൊക്കെ നമുക്ക് ക്ലാസ് കോമ്പണൻറ്റ് വെച്ച് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഇത് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ നെയിമില്ല. ഓക്കെ നെയിമില്ല, സ്വാഭാവികമായിട്ട് നമ്മളിവിടെ നെയിം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ ഇനി നമുക്കിവിടെ വരാം. നെയിം വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതുപോലെ സ്റ്റൈൽ എഴുതി കൊടുക്കാം, ഒരു കുഴപ്പമില്ല. എങ്ങനെയാണോ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തത് അതുപോലെ തന്നെ നമുക്കിവിടെ എഴുതി കൊടുക്കാം. ഓക്കെ ഒരു കുഴപ്പമില്ല. ഓക്കെ റെഡ് നമുക്കിവിടെ ഇതെന്താണ്, ഇത് ഒബ്ജക്റ്റിൻ്റെ രൂപത്തിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ ഇവിടെ നമുക്ക് റെഡ് ഇട്ട് കൊടുക്കാം. ഓക്കെ കണ്ടോ, ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. വേറെ എന്താണ്, വേറെ ഒന്നുമില്ല. എന്നൊരു ക്ലാസ് കോമ്പണൻറ്റിൻ്റെ ജസ്റ്റ് ഒരു തുടക്കമാണ്. ലൈഫ് സൈക്കിൾ മെത്തേഡും സ്റ്റേറ്റും ഒക്കെ നമുക്ക് അടുത്ത ദിവസം നോക്കാം കേട്ടോ. ഇവിടെ നമുക്ക് വേണേൽ സ്റ്റൈൽ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പഠിച്ചതാണല്ലോ, ഫങ്ഷണൽ കോമ്പണൻറ്റിൽ പഠിച്ചതാണല്ലോ. അതുപോലെ തന്നെ നമുക്കിവിടെ സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, നമുക്കതിവിടെ എടുത്തു കൊടുക്കാൻ പറ്റും. ഞാൻ പിന്നെ അത് കാണിക്കുന്നില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേരെ. നമുക്ക് അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസം നമ്മൾ കുറേ ടോപ്പിക്കുകളൊക്കെ പറയുന്നുണ്ട്. വാരി വലിച്ചൊരു വീഡിയോയിൽ എല്ലാ ടോപ്പിക്കും ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് ചെറുതായിട്ടാണ് കാണിച്ച് പോകുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.